തകർന്നടിഞ്ഞ പ്രദേശങ്ങളിലൂടെ നടന്ന് കുടിയിറക്കപ്പെട്ട ഫലസ്തീനികൾ വടക്കൻ ഗസയിലേക്ക് മടങ്ങുകയാണ്. അവരിൽ പലരും തകർന്ന വണ്ടികളും ബാക്കിയായ സാധനങ്ങളുടെ കെട്ടുകളും ഉൾപ്പെടെ കയ്യിൽ കരുതാൻ കഴിയുന്നത് അത്രയും വഹിച്ചുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായി നാശത്തിലെത്തിയ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം അവരെയല്ല, നമ്മെ അലട്ടുന്നുണ്ടാവാം. തിരിച്ചെത്തിയ താമസക്കാർക്ക് തങ്ങളുടെ വീടുകളോ പ്രദേശമോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് തെരുവുകൾ മുഴുവൻ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അവശ്യ സേവനങ്ങൾക്ക് ആശുപത്രികളോ സ്കൂളുകളോ ഒന്നും തന്നെ ബാക്കിയില്ല. നിരാശ ബാധിക്കാൻ, എല്ലാം തീർന്നല്ലോ എന്ന് കൈമലർത്താൻ ഇതിലപ്പുറം എന്താണ് വേണ്ടത്? പക്ഷെ സ്വപ്നങ്ങൾക്ക് ഉപരോധം തീർക്കാൻ കഴിയാത്ത കാലത്തോളം അവരെ തളർത്താനാവില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗസൻ ജനത. അനുഭവിച്ച വേദനയും ത്യാഗങ്ങളും അവരെ നിരാശയിൽ ആഴ്ത്തുന്നതിനു പകരം പ്രതീക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും വക്താക്കളാക്കുന്നു. 3 നേരത്തെ ഭക്ഷണവും കിടക്കാനൊരു പാർപ്പിടവും ആഡംബരമായ ഒരു കൂട്ടർക്ക് പക്ഷേ പ്രതീക്ഷയും സ്രഷ്ടാവിലുള്ള വിശ്വാസവും കൈവിടാനായില്ല. തകർക്കപ്പെട്ട വിദ്യാലയങ്ങൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അപ്പുറം ഓരോ ഉമ്മമാരും വ്യക്തികളും പാഠശാലകളായി മാറി. അന്നം എന്നല്ല, ജീവൻ തന്നെ അപഹരിച്ചാലും ഫലസ്തീൻ രാഷ്ട്രത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ സയണിസ്റ്റ് തീവ്രവാദികളുടെ തടവിൽ ക്രൂരതയനുഭവിച്ച് മരണം മുന്നിൽ കണ്ട വ്യക്തികൾ വരെ ഉറച്ചുനിന്നു. കേവലം നഷ്ടക്കണക്കുകളല്ല വിജയത്തെ നിർണയിക്കുന്നത് എന്ന് വിളംബരം ചെയ്യുന്ന അത്യപൂർവമായ ആഘോഷ പ്രകടനങ്ങളാണ് ഗസയിലെ തെരുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. പിറക്കാനിരിക്കുന്ന എന്തിനെയോ കുറിച്ച് അവർ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് കാത്തിരുന്നു കാണാം.